ഇങ്ങനെയുള്ള ദുഷ്ടന്മാരുടെ കൂടെ കൂടുന്നതിനേക്കാൾ നല്ലത് ഭരണമില്ലാതിരിക്കുന്നതല്ലേ? അങ്ങനെയല്ലേ? നമുക്ക് അറിയാമല്ലോ, നമുക്ക് ഭരണമാണ് മാത്രമാണ് മതി. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് കേരളത്തിലെ ഭരണം ഉണ്ടല്ലോ, കേരളത്തിൽ ഭരണം ഉണ്ടല്ലോ. ഈ പാലാ മുനിസിപ്പാലിറ്റിയിൽ ഇവരുമായിട്ട് യോജിച്ച് നിന്നുകൊണ്ട് ഭരണം നടത്തുന്നത് എന്ത് ആത്മഹത്യാപരമാണ്. എന്ത് കഷ്ടമുണ്ട്. തല്ലാൻ വരുന്നു, കള്ളക്കേസിൽ കൊടുക്കുന്നു, ഓരോരുത്തരെ ഓരോരോ സമയത്തിൽ എങ്ങനെയെല്ലാം ടോർച്ചർ ചെയ്യാമോ ആ രീതി ചെയ്യുന്നു. ഒരു വനിതാ കൗൺസിലർ, അതായത് വൈസ് ചെയർമാനാണ്, കരഞ്ഞുകൊണ്ട് ഓടിപ്പോകുന്നു. ഇറങ്ങി ഓടിപ്പോകുന്ന സംഭവം എവിടെ കാണാൻ പറ്റും? ഓരോ അവസരത്തിലും ഈ രീതിയിലുള്ള തല്ലാൻ വരുന്നു, മർദ്ദിക്കാൻ ചാടി വരുന്നു. എത്രയോ തവണയാണ്, 2 തവണ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ്. ഒറ്റ തവണയല്ല, ഒരു കാര്യം മാത്രമേ പുറത്തോട്ട് ഉള്ളൂ എന്നേ ഉള്ളൂ. എങ്ങനെയെങ്കിലും കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുമെന്ന് ഞങ്ങൾ പരമാവധി നോക്കി. 2-ാം തവണയാണ് തല്ലാൻ വരുന്നത്. 2 തവണയും ആൾക്കാർ പിടിച്ചു മാറ്റുന്നതുകൊണ്ടാണ്. ഇനി ഞങ്ങൾ തന്നെ തല്ലി മേടിക്കണോ? ഒരിക്കലും നടക്കില്ല. ഞങ്ങളത് ഈ പാലായിട്ട് സമൂഹത്തിന് മുമ്പിലോട്ട് വിളിച്ചു പറഞ്ഞു. ഒരാൾ വിളിച്ചു പറയാൻ വേണമായിരുന്നു, അത് ഞാൻ പറഞ്ഞു. അത് ഞാൻ ഒരിക്കൽ കൂടി ഞാൻ എടുത്തു പറയുകയാണ്. അനീതിക്കെതിരെ, അതുപോലെ തന്നെ ദുഷ്ടശക്തികൾക്കെതിരെയുള്ളൊരു പോരാട്ടമാണ്. ആ ദുഷ്ടശക്തികളുടെ പോരാട്ടത്തിൽ ദൈവം നമ്മോടൊപ്പം ഉണ്ട്. അതിൽ വിശ്വസിച്ചുകൊണ്ട് ഞാൻ മുമ്പോട്ട് പോകുന്നു.